അപ്പോൾ ഇതിൽ അനോണിമിറ്റി ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്താൽ തന്നെ ഇപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കൺഫേം അല്ലല്ലോ. സിൽക്ക് റോഡ് എന്നൊരു ഫേമസ് സൈറ്റ് ഉണ്ട്, ഇപ്പോൾ അടുത്ത് കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. ഈ അഞ്ചാബാദിര എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാം ഹിറ്റ് ആയതാണ്. ഈ ഡാർക്ക് വെബിന് മുന്നേ നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്: സർഫസ് വെബ്, ഡീപ്പ് വെബ്. ഡാർക്ക് വെബ് കയറുന്നത് ഇല്ലീഗലാണോ? ആ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ യെസ് ആണോ നോ ആണോ ഒരു മിക്സ്ഡ് റിപ്ലൈ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ആൻസർ ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഫസ്റ്റ് ഇൻ്റർനെറ്റ് എന്താണെന്ന് അറിയാം. ഇൻ്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കണക്റ്റിംഗ് ആണ്. ഇൻ്റർനെറ്റ് ഡെവലപ്പ് ചെയ്ത US ഗവൺമെൻറ് ആണ്. അപ്പോൾ അതിൻ്റെ സമയത്ത് ഇൻ്റർനെറ്റ് എന്നല്ല പാർനെറ്റ് എന്നുള്ളൊരു പേരിലായിരുന്നു ഡെവലപ്പ് ചെയ്തത്. പിന്നെയാണ് മോഡേൺ ആയിട്ട് ഇൻ്റർനെറ്റ് എന്നുള്ള ഇതിലേക്ക് വന്നത്. അതായത് ഈ ഡാർക്ക് വെബിന് മുന്നേ നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്: സർഫസ് വെബ്, ഡീപ്പ് വെബും. ഈ ഒരു ഐസ്ബർഗിൻ്റെ ഇമേജ് ആണ്. ഇതിൽ സർഫസ് വെബ് ഉണ്ട്, ഡീപ്പ് വെബ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഡാർക്ക് വെബ് ഉണ്ട്. ഈ സർഫസ് വെബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടല്ലോ, ജസ്റ്റ് നമുക്ക് ബ്ലോഗ് വായിക്കാൻ പറ്റിയ വിക്കിപീഡിയാസ്, അതിനാണ് സർഫസ് വെബ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഗൂഗിൾ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു പേജ്, പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷനാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഡീപ്പ് വെബ് ഉണ്ട്. ഈ ഡീപ്പ് വെബ് കുറേ ആൾക്കാർ മിസ്ലീഡ് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ്, ഗവൺമെൻറ്റിന് മാത്രം ആക്സസ് ഉള്ള സൈറ്റാണെന്നല്ല പറയുന്നുണ്ട്. ശരിക്കും അതല്ല. അതായത് ഇപ്പോൾ ഒരു ഓതറൈസേഷനിലോട്ട് കയറുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻസ്റ്റയിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കയറുന്നത്, അവിടെ ഒരു ഓതറൈസേഷൻ നടക്കുന്നുണ്ട്, എല്ലാവർക്കും കയറാൻ പറ്റില്ല. അതിന് നമ്മൾ ഡീപ്പ് വെബ് എന്ന് പറയാം. അതിൻ്റെ അടിയിൽ വരുന്നതാണ് ഡാർക്ക് വെബ്. ഡാർക്ക് വെബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, അവിടെ അനോണിമിറ്റി ഉണ്ടാവും, ആർക്കാന്ന് പറയാൻ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് സാധാരണ ബ്രൗസർ വെച്ചിട്ട് തന്നെ ഡാർക്ക് വെബിൽ കയറാൻ പറ്റില്ല. ഡാർക്ക് വെബിൽ കയറണമെങ്കിൽ വേറെ അതിൻ്റെതായ ഒരു ബ്രൗസർ ഉണ്ട്, ടോർ എന്നെല്ലാം പറഞ്ഞിട്ട്. അതായത് ടോർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണിയൻ റൂട്ടിംഗ് പ്രൊജക്റ്റ് എന്നാണ് ടോറിൻ്റെ ഫുൾ ഫോം. ടോർ ഇതാ, ഇത് ഓണിയൻ റൂട്ടിംഗ് പ്രൊജക്റ്റ്. ഇതിൽ കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇതിൽ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ ടോർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ബാക്കി ബ്രൗസർ പോലെയല്ല. നമ്മളിപ്പോൾ എല്ലാ ലാപ്പും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിലോ ഒരു സൈറ്റിലോ കയറുന്നുണ്ട്. IP അഡ്രസ് എന്നൊരു സംഭവം ഉണ്ട്. ഈ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് എല്ലാ ലാപ്പിനും എല്ലാ ഡിവൈസിനും ഓരോരോ IP അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആ IP അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ആർക്കും വേണമെങ്കിൽ മോണിറ്റർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ടോർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ IP അഡ്രസ്സ് ഇങ്ങനെ മാസ്ക് ചെയ്യും. ഈ ഉള്ളിൻ്റെ ഇത് ഓണിയൻ പോലെ കണ്ടില്ലേ, ഓണിയന് ഫസ്റ്റ് എടുത്തതിന് ഷെല്ല്, അതിൻ്റെ അടുത്ത ഷെല്ല്, അതിൻ്റെ അടുത്ത ഷെല്ല്, ഇങ്ങനെ കുറേ ഷെല്ലില്ലേ, ആ ഒരു ഇതിലെ പേര് വന്നതാണ് ഓണിയൻ. അതായത് ഫോർ എക്സാമ്പിൾ സാധാരണ ഒരു വെബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയിലല്ലേ, ഇന്ത്യയിൽ നിന്ന് എനിക്ക് സിംഗപ്പൂരത്തെ ഒരു സൈറ്റ് പോകണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇന്ത്യത്തെ IP അഡ്രസ്സ് വെച്ച് സിംഗപ്പൂരിലേക്ക് പോകും. പക്ഷേ ടോർ ഉപയോഗിക്കുമ്പോൾ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 റാൻഡം സെർവറിലോട്ട് ടച്ച് ചെയ്തിട്ടു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരത്തെ സൈറ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ചിലപ്പോൾ ഞാൻ മറ്റേ വേറെ ഏതെങ്കിലും ചൈനയിൽ പോയി, ചൈനയത്തെ ഒരു സെർവറിലോട്ട് ഞാൻ വേറെ ഏതെങ്കിലും ജപ്പാനിൽ പോയി, ജപ്പാനിൽ സിംഗപ്പൂരിലേക്ക് പോയ ഒരു മൾട്ടിപ്പിൾ VPN ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ അനോണിമിറ്റി ഉണ്ടാവും. പോലീസിന് പിടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻഡ് അവർക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ടൈമും വേറെ രാജ്യങ്ങളായതുകൊണ്ട് അവിടെ നിന്ന് അവർക്ക് ഇതെടുക്കേണ്ടി വരും. അതായത് വേറെ രാജ്യത്തു നിന്ന് നമ്മളെ അഡ്രസ്സ് എടുക്കുന്നതല്ല. അപ്പോൾ ആ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അക്സെപ്റ്റൻസും ഇത് കംപ്ലീറ്റ്ലി മാസ്കിംഗ് ആയിട്ടായിരിക്കുമല്ലോ പോകുന്നുണ്ടാവുക. യെസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മൊത്തമായിട്ട് കുറേ ഡൊണേറ്റ് ചെയ്യുന്ന NGOs ഉണ്ടാവും, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് പൈസ ഒന്നും അവർക്ക് കിട്ടില്ല, എല്ലാ ദിവസവും ഇങ്ങനെ ചിലവ് ഉണ്ടാവും. ഓരോന്നൊക്കെ ഒരു സെർവർ അവിടെ വെക്കും. അതായത് ഓരോ നല്ലൊരു ഇൻറ്റൻഷനിലാണ് വെക്കുക, ആർക്കെങ്കിലും ആ ഒരു സെർവറിലോട്ട് കണക്ട് ചെയ്തിട്ടെന്ന് വിചാരിച്ച്. പിന്നെ ലോകത്തൊരു കുറേ ആൾക്കാർ വെച്ച് സെർവറിലാണ് ഈ ഓണിയൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓണിയനിൽ എന്തെങ്കിലും മറ്റേ ഏതെങ്കിലും സൈറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലോട്ടേക്ക് പോവാം. അതായത് ഇതണ്ട ഇവിടെ കണ്ട ഒരു 3 ഞാനിപ്പോൾ ഈ സൈറ്റ് എടുത്തപ്പോൾ ദിസ് ബ്രൗസർ, അവിടെ നിന്ന് പിന്നെ യൂക്രൈനിലേക്ക് പോയി, യൂക്രൈനിൽ നിന്ന് ജർമ്മനിലേക്ക്, ജർമ്മനിൽ നിന്ന് വേറെ ജർമ്മനിലേക്ക് സൈറ്റ്, പിന്നെയാണ് എൻ്റെ മെയിൻ സൈറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ 3 VPN ഉപയോഗിച്ചിട്ട് എൻ്റെ മാസ്ക് ചെയ്തിട്ടല്ല. ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ പോലീസാണെങ്കിൽ യൂക്രൈനത്ത് പെർമിഷൻ എടുക്കണം, പിന്നെ ജർമ്മനിയത്തെ, അങ്ങനെ പോകണം. പിന്നെ നേരത്തെ നേഹ ചോദിച്ച പോലെ ഡാർക്ക് വെബ് ഇല്ലീഗലാണോ എന്ന് വെച്ചാൽ അതിൻ്റെ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിന് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജേർണലിസ്റ്റിനെല്ലാം വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഗവൺമെൻറ് എന്തെങ്കിലും മോശമായിട്ട് കാര്യം പറയുന്നുണ്ട്, അവർക്ക് ഐഡൻറ്റിറ്റി പോവാതെ തന്നെ അവർക്ക് ഇങ്ങനെ കാര്യങ്ങൾ അറിയിക്കാനൊരു വരില്ല. അതായത് പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഡയറക്റ്റ് പറഞ്ഞെങ്കിൽ ആരാ പറഞ്ഞതെന്ന് അറിയും. അപ്പോൾ അത് ഇതാക്കിയിട്ട് വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞിട്ട് കുറേ സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂയോർക്ക് ടൈംസ്, ഗാർഡിയൻ, CNN ഇവർക്കെല്ലാം ഒഫീഷ്യലായ സൈറ്റ് ഉണ്ട് ഡാർക്ക് വെബിൽ. അതിൽ നമുക്ക് പോവാം, നമ്മളെന്താ റിപ്പോർട്ടാണ് എന്താ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരത് അപ്പോൾ അത് ജെന്യൂനിറ്റി ഉണ്ടാവില്ലല്ലോ. അല്ല, അത് ഓരോ അങ്ങനെ തന്നെ ഉണ്ടല്ലോ, ഓരോന്ന് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും,
എന്നിട്ടേ ഇടും. ഓക്കെ അവർക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ടിപ്പെല്ലാം കിട്ടും. ഓക്കെ അതിൻ്റെ ആയിട്ട് അവർക്ക് മറ്റേ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാമല്ലോ. പിന്നെ അതാണ് പോസിറ്റീവായിട്ട് അങ്ങനത്തെ ഇമ്പാക്റ്റ് ഇല്ല. പിന്നെ ഇല്ലീഗലായിട്ട് കുറേ ഇതുണ്ട്. അതായത് ഇപ്പോൾ സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ട് ഉണ്ട്. ഇപ്പോൾ അടുത്ത് കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. ഈ അഞ്ചാപാതിര എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാം ഹിറ്റായതാണ്. അതായത് അതിലോട്ട് ആൾക്കാർ ഇങ്ങനെ ഇല്ലീഗലായ കാര്യങ്ങൾ ഇങ്ങനെ മേടിക്കുന്നതും അത് സിൽക്ക് റോഡ് എന്നുള്ള വെബ്സൈറ്റ് ഇപ്പോൾ പൂട്ടിയിട്ട് കുറച്ചായി. അപ്പോൾ ഇതിൽ അനോണിമിറ്റി ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്താൽ തന്നെ ഇപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കൺഫേം അല്ലല്ലോ. അതിലായിരുന്നു സിൽക്ക് റോഡ് തന്നെ ഇതാക്കിയത്. അത് എക്സ്ക്ലൂസിവ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റോർ ഉണ്ടാക്കി. അതായത് ഇപ്പം ഞാൻ നേഹിൻ്റെ അടുത്ത് ഈ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമത് അവിടെ ഒരു ആളുണ്ടാവും. അത് സിൽക്ക് റോഡ് എന്ന് പറഞ്ഞാൽ നേഹിൻ്റെ അടുത്ത് സാധനം മേടിക്കാൻ ആ പൈസ ഇവർക്ക് കൊടുക്കാം. സാധനം എനിക്ക് കിട്ടി ഞാൻ വെരിഫൈ ചെയ്താൽ മാത്രമേ ഈ പൈസ ആയിരിക്കും കേൾക്കും. ആ ഒരു എക്സ്ക്ലൂസിവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൻ്റെ ഇതെല്ലാം കണ്ട ലിങ്ക് കണ്ട ജസ്റ്റ് റാൻഡമിലായിട്ട് ZQTLE6005 എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ google.com facebook.com എന്നുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് ഇന്റർസെക്ഷൻ മൊത്തം ബിറ്റ് കോയിൻ വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് വെബിൻ്റെ അനോണിമിറ്റിയാണ്. എൻ്റെ നേരത്തെ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ എങ്ങനെയാണോ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് ലീഗലും ഇല്ലീഗലാണ്. പിന്നെ ആൾക്കാർക്കൊരു തെറ്റുകാരുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റൂല എന്ന്. പക്ഷെ ടു ആൻ എക്സ്റ്റെൻറ്റ് നിങ്ങൾ ഇല്ലീഗലായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസിന് ഡെഫിനറ്റ്ലി പിടിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബി സേഫ്.